ഇത് അപ്പാപ്പ ഞാനൊരു കാര്യം പറയട്ടെ പാപ്പ. ദിസ് ഗൈ ഡസന്റ് ഡിസർവ് എനി കൈൻഡ് ഓഫ് ഗേൾ യു നോ. നമ്മളെ മുഖത്തൊക്കെ പറയണ്ടെന്ന് വിചാരിച്ച് ഇത്ര നാളിരുന്നു. കേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേക്ക് അസെക്ഷൽ ആണോ? അവികാരമാണോ? അവികാരമായ പുരുഷനാണോ ഇയാൾ? അവികാരതയുടെ ടെസ്റ്റ് നടത്തിയായിരുന്നു. അതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ ചോദിക്കുന്നതല്ല, ഇയാളുടെ അവികാരതയെ കുറിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? നമ്മളെന്തിനാണ് നമ്മുടെ വികാരം തന്നെ ഇവിടെ തീർക്കാൻ സമയമില്ല. അപ്പോഴാണ് തന്റെ അവികാരിത. ആ പെണ്ണ് ചുമ്മാ അല്ല പറഞ്ഞത്, ഇയാൾക്ക് മറ്റേ ഒരു ഇമോഷൻ ഇല്ല. ഇയാള് നോക്കി പേടിപ്പിച്ചെന്നാ പെണ്ണ് നില പറഞ്ഞു. പെണ്ണ് നില പറഞ്ഞ് ഇയാള് ചെന്നപ്പോ തൊട്ട് വലിയ ഭീകരമായി ഭീമത്സമായി നോക്കുവാന്ന്. ആരാടെ മിക്സി മറ്റേ ബോൺവിറ്റ് അടിച്ച സൗണ്ട്? അതൊരു ചിരിയടാ അത്. പക്ഷെ ഒരു കാര്യമുണ്ട് ചോക്കി, 10 പിള്ളേരാ. കഴിവുണ്ട് കേക്കേ. നാട്ടുകാരെ കുറ്റം പറഞ്ഞ ഇങ്ങോട്ട് നടന്നു. ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. വണ്ടി എടുത്ത് കാണിച്ചു തരട്ടെ നമുക്ക്. എന്റെ എന്തുവാ ഇത്? എത്ര നേരം സഹിക്കുന്നേ ഇത്? വിക്രമ വന്നല്ലോണ്ട് പണ്ട് സ്കൂൾ തുറക്കാൻ വേണ്ടിട്ട് ആസ്കിംഗ് ഫോർ എ ഗോഡ് ഫാദർ. വേണ്ട ഗോഡ് ഫാദർ പറയുന്നേ. എവിടുന്നാണോ ഇക്രമ വന്നേ ഇപ്പം? ഞാൻ ഉണ്ടാക്കിയതാ എന്നും പറഞ്ഞിട്ട് ഇയാളാ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്ക്. കണ്ടവൻ ഉണ്ടാക്കിയ കണക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെ 10 ഇവിടെ 2. ഇയാള് കണക്കെടുപ്പിൽ നടക്കാൻ സ്വന്തമായിട്ട് കെട്ടടോ താൻ. എന്നിട്ട് 2 പിള്ളേരെ ഉണ്ടാക്കി. അവികാരിതയായുള്ള പുരുഷൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. തനിക്ക് വികാരം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ നമ്മള് ചോദിക്കുന്നേ. അല്ല, എനിക്കത് വരണമെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. പിന്നെ ഇയാൾക്ക് അവിടെ നിന്ന് ഇനി പറഞ്ഞു എടോ എന്നാ ഇയാളെന്നാ പോലെ സണ്ണി ലിയോണും പ്രേമിക്കടോ. ഇയാളെന്തോ ഈ പറയുന്ന ഇയാള്? ഇങ്ങനെ പോലുള്ള ഒരു കാരണം പുള്ളിക്കാരി എക്സ്പയർ ആയതുപോലെ. രാവിലെ കിട്ടാത്ത ആടിനെ പോലെ ഇടക്കിടക്ക് ഇടക്കിടക്ക് പിള്ളേച്ച രാവിലെ കിട്ടാത്ത ആടിനെ പോലെ ഒന്ന് ചിരിക്കും. അത് കേൾക്കും ഈ പെണ്ണുമ്പിള്ള വാ തുറക്കും. ഇതൊക്കെ അയ്യോ പിന്നെ കണക്കടപ്പ് തുടങ്ങി അയാളുടെ പിള്ളേച്ചടേ. അവിടത്തെ തുമ്പത്ത് ഈ തുമ്പത്തേടെ എവിടെ ചന്തി ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്ത് മാറിയിരുന്നേ ഉള്ളൂ. ഇയാളടുത്ത് തന്നെ നമ്മൾ സംസാരിക്കുന്നേ. വല്ല കടലിലെ തിരമാല അനങ്ങുന്ന കണ്ടിട്ടെങ്കിൽ ഇയാൾക്ക് ഒരു അനക്കം വെക്കട്ടെ. അതിനു വേണ്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട്. എന്റെ പൊന്നെ കേക്കെ, ആ കല്ലിന്റെ മോളിൽ 2 മാക്രി ചാടി കളിക്കുന്നത് കണ്ടോ? ഇവിടെ മാക്രിക്ക് വരെ ഉണ്ടോ വികാരം? തനിക്ക് എന്തേലും വരുമോ? തല തേങ്ങ വീണാ പോലും ഒരു എക്സ്പ്രഷൻ ഇടാത്ത മനുഷ്യനാണ് ഇയാള്. ഒരുമാതിരി മറ്റേ വായിക്കോട്ടെ. ഇയാൾ എന്തിനാണോടോ? അതെന്താ അറിയോ, നമ്മള് വരുന്ന നമ്മള് വരുന്നത് കൂട്ടണ്ട, ഇയാളുടെ വരവും പോക്കും മാത്രം. ഐ മീൻ ഒരാള് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? അതങ്ങനെ 3 ആഴ്ചയായി കാണും. ഈ 3 ആഴ്ചക്കകത്ത് 3 ആഴ്ചയിലും ഞാൻ സംസാരിക്കുന്ന 3 വ്യക്തികൾ 3-4 വ്യക്തികൾ ഇവര് മാത്രമാ. എനിക്ക് 1 മിനിറ്റ് പോലും ബോറടിച്ചിട്ടുള്ളതാണ് എനിക്ക് കോമഡി. ഗ്യാങ് ആർ പി അല്ലാണ്ടുള്ള കാര്യം പറയുന്നത്. ഗ്യാങ് ആർ പി അല്ലാണ്ട് ഞാൻ അല്ലാണ്ട് ഗ്യാങ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന ആർ പിയുടെ കാര്യം പറയുന്നത്. എനിക്കൊരു ബോറടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് ശരീരം മൊത്തം വെള്ളത്തിൽ മുക്കിട്ടേക്കും. എന്നിട്ട് അവള് ചെരുപ്പ് ഊരി വെച്ചേക്കും. എന്ത് കാണാൻ താൻ എന്തിനാടോ ഈ 2 കല്ലിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നത്? താനെന്തോ കൊക്കോ? താൻ കല്ലിന്റെ മോളിൽ ശരിയായിട്ടിരിക്കണോ? എടോ വല്ല നെത്തോലിയും വന്ന് കൊത്തിപ്പറിച്ചോണ്ട് പോവത്. അത് തന്നെ പറഞ്ഞത്. ഉപയോഗം ഇല്ലാത്ത അല്ലെ ഒന്നുമില്ല. ഇവിടെ പറഞ്ഞു കേക്കെ നമ്മളിവിടെ മീന് തീറ്റ കൊടുക്കാൻ വന്നിരിക്കുവല്ലോ. ഒന്ന് കേറി ഇരി വേളോട്ടെ. എടോ അതാടോ പറഞ്ഞ വല്ല ഞണ്ടും വന്ന് ഇറുക്കിയിട്ട് പോവെന്ന്. മോളി കയറിയിരി. അയ്യോ വെള്ളം കുടിക്കാൻ പറ്റുന്നു.
കോഴിക്കൂടി പെണ്ണുപിള്ള വെള്ളത്തിലടിച്ചിരുന്ന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കേക്ക് ഇനി പറ കേക്ക് ഇതാവുമ്പോ ഇതാവുമ്പോ വെള്ളത്തിൽ കഴി നമുക്കും കഴിക്കാം. ഇതൊക്കെ എന്തൊരു കഴിക്കണേ എന്തൊരു കഴിക്കും. ഇവിടെ കാണാൻ കുഴഞ്ഞു വീണ ആരും വരത്തില്ല. വേണ്ട 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 മേടിച്ചായിരുന്നു. കേക്കെ പറ കേക്കെ എന്തായിരുന്നു ഹിന്ദി പദ്യപാരായണം എന്നാ ചൊല്ലി തുടങ്ങ നമ്മളിരുന്ന് മാർക്കിടാം. എടോ ഇയാളൊന്ന് പറയണോ ഇയാള്? നമ്മളിവിടെ കലോത്സവത്തിന് മാർക്കിടാൻ വന്നിരിക്കുന്ന മറ്റേ ജഡ്ജിമാരെ പോലെ തോന്നുന്നുണ്ടോ? കേക്ക് ഒരു മിനിറ്റ് നോക്കാനായിരിക്കും അല്ലേ? എന്ത് ഒന്ന് ബാക്ക് അടിച്ച് നോക്കട്ടെ. എന്ത് പറഞ്ഞോണ്ടാ വന്നേന്ന്? എന്റെ പൊന്ന് എടോ സ്വന്തം ലൈവ് മെറ്റ അടിക്കാതെ താൻ കാര്യം എന്താ വെച്ചാൽ നമ്മളോട് ചോദിക്കണോ? നമ്മള് പറഞ്ഞുതരാം. താൻ സ്വന്തം ലൈവ് മെറ്റ അടിക്കാതെ. എന്റെ പൊന്ന് അരണദേവ നമ്മളോട് ചോദിക്കേ, നമ്മൾ പറഞ്ഞു തരും. പറഞ്ഞല്ലോ പറഞ്ഞില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പിള്ളേച്ചനോട് ജാസ്മിനോട്, ഇയാളെയൊക്കെ സഹിച്ച് എങ്ങനെയാണ് ആ ഓഫീസിൽ ഇരിക്കുന്നത് നിങ്ങള്? സത്യം പറഞ്ഞോ അത് കേട്ടോ കേട്ടോ ഓഫീസിൽ എങ്ങനെ ഇരിക്കുന്നു? ഓഫീസ് ചെയറിലെന്ന് ചുമ്മാ അവിടെ വെച്ച സാബുരി മറ്റേ മേശപ്പുറത്ത് കയറി തന്നെ പൊട്ടിച്ചിട്ട് പോയത്. അതൊന്ന് ആലോചിച്ച് നോക്കി. സാബുരൊക്കെ എത്തി വലിഞ്ഞ് അത് ആലോചിക്കാനേ പറ്റുള്ളൂ. ജോക്കിച്ചായ അത് ആലോചിക്കാനേ പറ്റുള്ളൂ. അടിച്ചെന്ന് വന്ന് വർത്തമാനം പറഞ്ഞു. അതൊക്കെ വീമ്പിളക്കുന്ന അവൻ എന്റെ കമ്പനി വേണം തൊട്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നടന്നോണ്ട് കമ്പനി എന്റെ കമ്പനി കിട്ടാൻ തൊട്ടെങ്കിൽ നടന്നോണ്ട് പിടി പോയില്ല. അത് പറഞ്ഞു കമ്പനി തൊട്ട് കഴിഞ്ഞാൽ നടന്നോണ്ട് പിടി കമ്പനി ആ മുടി അങ്ങ് മാറ്റി ചെവിയുന്ന പ്രശ്നം. തന്റെ അത്ര മൂടൊന്നുമില്ല. തന്റെ മറ്റേ ചെവിയിലെ കാട് പോലല്ലേ ഇവിടെ. എടോ വവ്വാലിന്റെ ചെറുകാണക്കാണ് രണ്ട് സൈഡിലും ചെവിയുടെ മൂടെ ഇരിക്കുന്നത്. തന്റെ എന്നെ കിടന്ന് കളിയാക്കുന്നേ. അതെ 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 എന്റെ ചെവിയിൽ കൂടെയില്ല. ഒരു ചെവിയിലും കൂടാന്ന് പറഞ്ഞാൽ കൂടാന്ന് കേൾക്കുന്ന പുള്ളിയാ. എന്നിട്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് കേക്ക് എന്തുകൊണ്ടാണ് സെയില ഇഷ്ടമല്ലാത്ത? കാരണം സെയിലേക്ക് തന്റെ അടുത്ത് നല്ല പ്രേമമാണ്. ട്രൂ ലവ്. വെള്ളത്തിൽ കിടന്ന് തവളയുടെ കൂട്ടം മുറുമുറുക്ക അതൊന്ന് വാ തുറക്കുന്നേ. നമുക്ക് വിശ്വാസത വേണ്ടേ? താൻ എന്തുവാടോ സ്ഫടികത്തിലെ തിലകനാണോ? ഇടയ്ക്കിടയ്ക്ക് ബബ്ബാന്നും പറഞ്ഞങ്ങ് പോന്നേ. താനൊന്ന് ക്ലിയർ ആയിട്ട് പറ, എന്തുവാ പ്രശ്നം? വെരി സിമ്പിൾ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ തനിക്ക് എന്താണോ ഇഷ്ടപ്പെടാത്തേ? പെണ്ണിന്റെ കണ്ണാണോ, മൂക്കാണോ, വായാണോ? ഇയാൾക്ക് എക്സാമ്പിൾ കിട്ടിയാലേ പറയത്തുള്ളായിരിക്കും. മറ്റേ നേരത്തെ ഒരു ഷഡ്ഡി മേടിക്കാൻ പോയില്ലായിരുന്നു? ഇയാള് ആ ഷഡ്ഡി എടുക്കാത്തതിന്റെ റീസൺ എന്താണ്? സൈസ് ആയിരുന്നോ അതോ ഇലാസ്റ്റിക് ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു തുണിയുടെ മെറ്റീരിയലിന്റെ പ്രശ്നമായിരുന്നോ? പിടിച്ചു നോക്കിയപ്പോ ആദ്യം കേട്ടോ ലോകത്ത് ഷഡ്ഡി വാങ്ങിക്കാൻ പിടിച്ചു നോക്കിയ തുണി ഇഷ്ടപ്പെട്ട് ഷഡ്ഡി വാങ്ങിക്കുന്നേ. ഭയങ്കര കേട്ടോ കേക്ക് ഇതൊക്കെ. എന്നിട്ട് പറ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? പറ കുട്ടി, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കേക്ക്? അതിന് കാരണം എന്താ അറിയോ? എനിക്ക് ആ പറഞ്ഞ ഐ ലവിലൊരു വിശ്വാസ്യത ഇല്ല. ഇനി ചിത്ര ചേച്ചി വിളിച്ചോണ്ട് വരാം, പാട്ട് പഠിപ്പിക്കാം. എടോ തന്റെ അടുത്ത് പിന്നെ ഐ ലവ് യു അല്ലാണ്ട് പറഞ്ഞ താൻ എക്സ്പെക്ട് ചെയ്യുന്ന ഐ ലവ് യു എങ്ങനെ? ഇല്ല ജോക്കി, സി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സീരിയസ് ആവാണ്. ഞാൻ ഫേസ് വന്ന സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഐ കനോട്ട് അക്സെപ്റ്റ് ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് സഡൻലി. പയ്യെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കമ്പനിയായി പയ്യെ വന്നിട്ട് ഓക്കെ കേക്ക് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഓക്കെ. ഇത് കണ്ടിട്ട് പോലും ഇല്ല. അത് ആദ്യമായിട്ട് എന്റെ വണ്ടി കാണുന്നത്. പിന്നെ അത് ഞാൻ എന്ത് കൊടുത്തിട്ട് പോകണം കണ്ടു. എടോ ഇയാൾ എന്തുവാണ് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ യാസ്മിന്റെ ചെവിക്കകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാനേ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അയവിറക്കി കൊടുത്താടേ. അയവിറക്കി കൊടുത്ത കേക്ക് കണ്ടിന്യൂ. അപ്പൊ അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചു പോകണം കണ്ടു. പക്ഷെ അന്ന് എന്റെ ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടികൾ കണ്ടിട്ടില്ല. പോട്ടെ, മിസ്റ്റക്സിന്റെ വണ്ടി ആള് കണ്ടിട്ടില്ല. പിന്നെ
എടാ വണ്ടിയെ കുറിച്ച് വലിയ അറിവില്ലാത്ത കുട്ടിയായിരിക്കൂടോ. കണ്ടറിയ ഒരു പാവം പിടിച്ചു പാവം പിടിച്ചു എന്തോന്ന് ഇല്ല, പറഞ്ഞ കാര്യത്തിലൊരു വിശ്വാസത വേണ്ടേ. ഐ ഡോണ്ട് ട്രസ്റ്റ്. താൻ പിന്നെ ഭയങ്കര ഒരു മാന്യനാണല്ലോ. സംശയരോഗം കൊണ്ട് മറ്റേ വീട് 4 ചുറ്റിന് വീട്ടിലൊക്കെ അന്വേഷിക്കുക, ചരിത്രം ഞാൻ അന്വേഷിച്ചല്ല. ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് നമ്മുടെ അടുത്തുള്ള ഒരാളാണ്. സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ സ്റ്റാഫ് മീൻസ് ഇയാളുടെ പരിദൂഷണ കമ്മിറ്റി അല്ലാതെ ഇല്ല. ഓഫ് കോഴ്സ് ആ വിലയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ബോസിന് സംഭവം കേസ് നടക്കുമ്പോ അത് രണ്ടോട്ട് അന്വേഷിക്കും. അത് അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മള് വാസുവിനെ പെണ്ണ ആലോചിക്കുകയാണെങ്കിൽ നമ്മള് 10 വട്ടം ആലോചിക്കില്ലേ? ആ, അത്രേ ഉള്ളൂ. ചന്ദ്രന്റെ പെണ്ണ ആലോചിച്ചതിന്റെ കഥ. ഞാൻ ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ മക്കളെ, 2 മിനിറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് അതിലൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തില്ല. അപ്പൊ ഇയാളെപ്പോ എങ്ങനെയാണ് ഇനി ഒരു പെണ്ണ് കിട്ടുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ഡ്രൈവ് പിന്നെ ഈ ഇതെല്ലാം ടെസ്റ്റ് എല്ലാം ഇയാളുടെ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറയാവോ കേക്ക്? എങ്ങനത്തെ പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് താൻ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒന്ന് വിവരിക്കാവോ? അപ്പൊ ഞാനേ ഒന്ന് അങ്ങോട്ടൊന്ന് 2 മിനിറ്റത്തേക്ക് പോവാ. സംസാരിച്ചോണ്ടിരിക്കണം കേട്ടോ. എന്റെ സ്ട്രീമിൽ ഒറ്റ പോകരുത്. കേക്ക് തുടങ്ങി ഒരറ്റത്തോളം സംസാരിച്ചു. ഒരു മിനിറ്റ്. പോരുത് കേട്ടോ, ഒരാള് പോരുത്. എക്സ്പെക്ടേഷൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല ആക്ച്വലി. ഇപ്പൊ എന്റെ അടുത്ത് ഇയാൾ വന്ന് പറയും, സഡൻലി ഇയാൾ വന്നിട്ട് എന്റെ അടുത്ത് കമ്പനിയൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരാഴ്ച ഇയാളുടെ പുറകെ നടന്ന് മറ്റേ മുട്ടേരിനെ പ്രപ്പോസ് ചെയ്യണോ? മറ്റേ അങ്ങനെയല്ല, നമ്മൾ ഡെയിലി കാണുന്നു, സംസാരിക്കുന്നു, അങ്ങനെ പോണം. അങ്ങനെ കണ്ടവരുമായിട്ട് എന്തായിരുന്നു വന്നിട്ട് കണ്ടിട്ടുള്ളവരുമായിട്ട് എന്താ പറ്റി? അല്ല അങ്ങനെ ഞാൻ പൊതുവെ പറഞ്ഞ അങ്ങനെ കണ്ടവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല ഞാൻ പൊതുവെ പറയുന്ന അല്ല ജോണി ചായ സംഭവം സിമ്പിളാണ്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് തോന്നുന്ന പേരാണല്ലോ മ്യൂച്വൽ ലവ് അല്ലേ? അങ്ങനെ ലൈഫ് തുടങ്ങാൻ പറ്റുള്ളൂ. ഒരാള് മറ്റേ ഇല്ലാതെ പിന്നെ നമ്മൾ ജംഗ്ഷനിൽ കാണുന്ന അമ്മായിയോടൊക്കെ ഇങ്ങനെ മ്യൂച്വൽ ലവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി തുടങ്ങാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്യണ്ടേ? ആ കൊച്ചി ഇനിഷ്യേറ്റ് ചെയ്ത് വന്നപ്പോ ഇയാൾ എന്താണ് അത് മറ്റേ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെയ്യും? അത് രണ്ടാൾക്കും താല്പര്യം. മ്യൂച്വൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഉടനെ രണ്ടുപേരും കണ്ണു കോർത്ത് അങ്ങ് തുടങ്ങുന്നതല്ല. അത് ഒരാൾ തുടങ്ങി വെക്കുന്നത്, പിന്നെ അത് പതുക്കെ ഒരാൾ തുടങ്ങി വെച്ച് മറ്റാൾക്ക് പയ്യെ ഫീൽ ആയി. അങ്ങനെ ഒന്ന് നോക്കിക്കൂടെന്നാ ചോദിക്കുന്നേ. അത് ഫീൽ ആവാത്താണല്ലോ പ്രശ്നമായത്. വികാരമില്ലാത്ത ആളോടൊക്കെ പറഞ്ഞിട്ട് അല്ല, എനിക്ക് വികാരത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് വിശ്വാസ്യത തോന്നാത്തോണ്ടാണ്. തോന്നിയില്ല. തോന്നിയില്ലെങ്കിൽ കൊള്ളായിരുന്നു, തോന്നിയില്ല. അതിന് കാരണം ആക്ച്വലി ഇതാണ്. ഇപ്പം സൈലിയോട് നാളെ നോ പറയുന്നു. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ ഡേറ്റിനൊക്കെ കൊണ്ടുപോകുന്നേ? വേറെ ആരെങ്കിലും നോക്കി ഞാൻ ആദ്യം കൊണ്ടുപോകാറില്ല. ന്യൂസ് കേട്ടല്ലോ ജോക്കി പറയുന്നത്, മറ്റേ സ്കൂളിലെ മറ്റേ പ്രിൻസിപ്പളുമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു പ്രിൻസിപ്പൽ സ്കൂളിന്റെ കാര്യം സംസാരിക്കേണ്ട നാളെ വിളിക്കാന്ന് പറഞ്ഞത്. അതാണോ? അതെ. ഇനി അതും പോകുന്നുണ്ടായിരിക്കുമല്ലോ ഡേറ്റ് എന്നും പറഞ്ഞ്. എന്തിന് ആ മറ്റൊരു കടയിലും പോവോ? എന്താ വർത്താനം? അല്ലല്ല, ഞാൻ ഏജിന്റെ കാര്യം ഓർത്ത് ചിരിച്ചതാ. കേക്കേടല്ലേ? അല്ല, ഞാൻ അമ്മച്ചി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഓർത്ത് ചിരിച്ചതാ. ഇതൊരു സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ പറയാൻ വേണ്ടി കൊച്ചി 2 ദിവസമായി വിളിക്കുന്നത്. ഇന്നലെ ഇന്ന് വിളിച്ചാ കൊച്ചൊന്നും വരണ്ടേ? ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു. നമുക്ക് പടപെടുന്ന കാര്യം കഴിഞ്ഞിട്ടായിരുന്നു. റബ്ബർ ഷീറ്റ് അടിക്കുന്നല്ലേ പടപടയത് കാര്യം. ആ കൊച്ചിന്റെ വിഷമമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചിനെ അതൊക്കെ ഹീലായി വരണമെങ്കിൽ അതിനൊരു ട്രോമയല്ലേ ഇവിടെ കൊടുത്തതായിരുന്നു. കപട വിഷയം വെച്ച് കപടനാടകം കൊച്ചിനെ. ആ പെങ്കൊച്ചിന് ഓൾറെഡി അപ്പുറത്ത് ഒരുത്തുണ്ട്. പിന്നെ അത് അവളുടെ വായിന്ന് താൻ കേട്ടായിരുന്നു? നാട്ടുകാർ പറയുന്ന ഇവിടെ അവള് പറഞ്ഞു, അവള് കേക്കിയോട് പറഞ്ഞു, തുറന്ന് പറഞ്ഞു. ഭയങ്കര മോശമാണ് കേട്ടോ. കൊച്ചിന് എന്തൊരു ഇത് കാണും, അത് കാരണമായിരിക്കും പറയാത്തേ. ഇല്ലായോ? അല്ല, ഞാൻ ചോദിച്ചു. ഇന്നലെ കൊച്ചു പറഞ്ഞു ഉണ്ടെന്ന്. അപ്പൊ കൊച്ചു പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒന്നുമില്ല.
അപ്പൊ പിന്നെന്താടോ അതെന്താ അങ്ങനെ പിന്നെ പക്ഷേ അങ്ങനെ പക്ഷെ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞത് ഭയങ്കര ഒരു പഴഞ്ചൻ ചിന്താഗതി കേട്ടോ. ഭയങ്കരമായിട്ട് ഒരിക്കലും നാട് മൊത്തം അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിക്കണം. അന്വേഷിക്കണമല്ല ജോണി ചായ അന്വേഷിക്കണമല്ല, ഇത് അവരിങ്ങോട്ട് പറയുന്നല്ലേ ഇത് തന്നെയാണ് അങ്ങനെ. നമ്മുടെ പ്രൊഡിക്ഷൻസ് ഒന്നും തെറ്റാറില്ല. സാബുജി ബിസിനസ് വെച്ച് വന്നപ്പോഴേ എനിക്ക് അറിയുന്ന വള്ളിയാണ്. അതേപോലെ തന്നെയില്ലേ ഇയാളാര് ഈ പ്രഡിക്ഷൻ ഇടാൻ വേണ്ടിട്ട് മറ്റേ കിക്കിലെ ജോക്കറോ ഒരുമാതിരി മറ്റേ പ്രഡിക്ഷന്റെ കഥ കണക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ. നമുക്കറിയാവുന്ന പുള്ളി അതാണ് കേട്ടില്ല. പ്രഡിക്ഷന്റെ ആള്. ഒന്ന് കാണിപ്പയ്യൂര്, പിന്നെ മറ്റേ കിക്കിലെ ജോക്കർ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഈ രണ്ടുപേർക്കാണ് ഈ പ്രഡിക്ഷന്റെ ഒരു സംഭവം ഉള്ളത്. അത് ഓഫാക്കി കാണിപ്പയ്യൂര്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു വർഷമാണെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം തൊട്ട് മറ്റേ വെള്ളപ്പൊക്കം വന്ന് വെള്ളപ്പൊക്കം കൊറോണ എല്ലാം തൊലയാൻ തുടങ്ങിയപ്പോൾ 5 വർഷം നോക്കണ്ട പറഞ്ഞ 5 വർഷം നോക്കുക വേണ്ട. സുഖ ജീവിതം എന്ന് പറഞ്ഞു അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങി. 2025 പോയി. ഇത് എത്ര ഉള്ളു നമ്മള് അന്വേഷിച്ചു. ഞാനല്ല, എന്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് അന്വേഷിച്ചു. ബ്യൂറോ പറഞ്ഞ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പം പേര് മാറ്റിക്കുമല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻസ്ട്രക്ഷന്റെ എക്സ്. അത് ഒരു ടീം ഉണ്ടായിരുന്നു. അവര് തപ്പി അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ അതിൽ ജെന്യൂനിറ്റി ഇല്ല. പുള്ളിക്കാരത്തി കൂട്ടായ്മ പരദൂഷണ കൂട്ടായ്മ അല്ലാതെ വലിയ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നും പറയല്ലേ. ഞങ്ങളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത് വന്നപ്പോലും നമ്മൾ എന്തുകൊണ്ട് PCC എടുക്കാൻ പറയുന്നത്? PCC എടുത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് അവനെ എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ അവന്റെ ജാതകം തപ്പി എടുത്തോണ്ട് വരും. മീൻസ് നോട്ട് ജാതകം, ഓക്കെ, അവന്റെ ഹിസ്റ്ററി, അവൻ ആരാണ്, അവൻ എന്താണ്, അവൻ ഏത് അളവിൽ നമുക്ക് അളക്കാം, ഏത് അളവിൽ നമ്മളെ പറ്റിക്കാൻ നോക്കും, അതെല്ലാം വെച്ചിട്ട് അവൻ പൂട്ടി നമ്മളൊരു കോൺടാക്ട് ചെയ്ത് കൊടുക്കും. സമയമാണെങ്കിലും ഈ കായലിലങ്ങ് ചൂടാണല്ലോ, കണ്ണൊക്കെ എനിക്ക് കണ്ണിക്കൂടൊക്കെ വെള്ളം വരുന്നു. അയ്യോ ചൂട് മാത്രമേ ഉള്ളൂ. 2 എണ്ണം ഇട്ടായിരിക്കും, 2 ഫാൻ. പോയാലോ ഒന്നില്ലേ. ചില സൈക്കോകളുണ്ട് മറ്റേ ഈ ചൂടത്തൊക്കെ ഒരു പുതച്ചു കൂടി കിടന്ന് ഉറങ്ങുകയും മറ്റേ ചായ കുടിക്കാനൊക്കെ പോകാൻ അങ്ങനെ പറയാം. അയ്യോ ചായ കുടി ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരുടെ ഇവിടെ. ചൂടാണെങ്കിലും ചായ കുടിക്കാണോ? അല്ലല്ലോ, ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഉറക്കം വരില്ല. ആശുള്ള സാധനം അല്ലെങ്കിലും പുതപ്പും പുതച്ചോണ്ട് കിടക്കുന്നൊക്കെ പറയാതെ അത് ഞാനാണോ നിങ്ങളല്ലേ എടുത്തിടുന്നേ ഈ സമയത്ത് കാര്യം വിളിക്കാൻ? നമ്മുടെ പിള്ളേരുണ്ടോ മോനെ? കണ്ണാ പറയണ മോനെ, വിഷമത്തിനാണോ? സൗണ്ട് മാറിയല്ലോ, എന്ത് പറ്റി? അടുത്ത കേസ് വല്ലതും ആയോ? കണ്ണും പയ്യായിരിക്കും. നമ്മുടെ കൂട്ടുകാരോട് പറയണോ? നമ്മളൊരു 5 പേര് ഇവിടെ കൂടിയിരിക്കുവാണ്. സ്പീക്കർ ഇടണോ? ചായ കുടിക്കാൻ ഒരു സ്ത്രീ ഉണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. എന്റെ അമ്മായിയൊക്കെ ഉണ്ടോ ഇവിടെ? അതാ എനിക്ക് പേടി. നീ പത്രം അടിക്കും നാട് മൊത്തം. വേണ്ട മോനെ കണ്ണാ, നിന്റെ കേക്ക് അങ്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നീ പറ ഇങ്ങോട്ടെ. പിള്ളേച്ച മാമൻ പറ. ഒരു മിനിറ്റ് ഗൈസ്. പീറ്റർ പാക്കരൻ അവന് എടോ കേക്ക്, ഞാൻ തന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. മാറിക്കൊണ്ടിരുന്നപ്പോ എന്റെ വീഡിയോ എടുത്തു മാമാ. അതിപ്പോ അവൻ നാട് മൊത്തം വിൽക്കാൻ വേണ്ടി നടക്കുന്ന 5 കോടിക്ക് ആ വീഡിയോ. അവൻ മറ്റേ നോർത്ത് ഇന്ത്യൻ അല്ലേടാ വല്ല. ഞാൻ പോയ കാര്യം മറന്നുവിടാ. ഞാൻ മുള്ളാനായിട്ടാടാ പോയേ. മുള്ളാൻ മറന്നുപോയി. വേറൊരുത്തിന് അറ്റാക്ക് വന്നപ്പോ ഈശ്വാസം നിറകെ കേറിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വരത്തുക. 5 കോടിക്ക് വിൽക്കാൻ പറ്റിക്കുന്ന അവന്റെ കണ്ണന്റെ വീഡിയോ 5 കോടിക്ക് വിൽക്കാൻ പറ്റിക്കുന്നത്. അതും പീറ്റർ പാർക്കർ. കണ്ണന്റെ നഗ്ന ദൃശ്യങ്ങൾ ആരാന്നറിയ വിൽക്കാൻ വെച്ചേക്കുന്നത് നമ്മുടെ പീറ്റർ. ഒന്ന് ജോക്കി ഒന്ന് വിളിച്ചു കണ്ണൻ കിടന്ന് കരയുന്നവൻ. എന്റെ പൊന്ന് കണ്ണ, 1 മിനിറ്റ് പീറ്ററിനെ നേടാ നമ്മുടെ ജോക്കി വിളിക്കുന്നത്. എല്ലാം സോൾവ് ആക്കാം ഇപ്പം. വെയിറ്റ് ചെയ്യ്, വിളിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യ്. ഇങ്ങോട്ട് ചോദിക്കും. ഒരു മിനിറ്റ് പീറ്ററിനെ ഒന്ന് വിളിക്കട്ടെ. अन्ना मैं एक कुट्टी काट में
कुट्टिकाड़ में കുറ്റിക്കാട്ടിൽ पीटर 5 CR-ന് पीटर पीटर तुम्हारे पास कन्नन भाई का न्यूड दृश्य है? नहीं है ना। पीड़ा कन्नन भाई बोलेगा तुम्हारे पास कन्नन भाई का न्यूड दृश्य मिला। ना वो मेरे पास नहीं है, मैं ऐसे चुम्मा पढ़नू वो विशोष टू मंडन। അങ്ങനെ അപ്പൊ तुम्हारे पास न्यूड दृश्य नहीं है? ऐसे ये मैं ऐसा वाला बंदा नहीं है ना कन्ना तुम्हारा। एक 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 थिंग दे दो कन्नन भाई का എന്തുവാ പാപ്പ ഈ പേടി ഭീഷണിപ്പെടുത്തുന്നതിന് പറയുന്നേ एक भीषणी मिला वो एंड दे दो तुम्हारा पास के 5 करोड़ दे दो തോടാ एंड मेरे पास 2 करोड़ अपापन पास 2 करोड़ एंड यू दे दो 1 करोड़। अन्ना मेरे को कुछ भी समझ में नहीं आया ना। अन्ना क्या बात किया तू? अरे ഞാൻ പറഞ്ഞു മനസ്സിലാക്കണോ ജോക്കി? അന്ന് പറഞ്ഞു अरे एक ये सुनो हाँ सुना। अरे कन्नन को ब्लैकमेल करो 5 करोड़ दिलावो और 2 करोड़ मुझको दे दो, जोकी को 2 करोड़ दे दो, 1 करोड़ तुम रखो रख लो। ओके कन्नन का बोलो उसका नग्न दृश्य आपके पास है। अन्ना तू अन्ना तू 5 करोड़ दे दो तू 2 करोड़ मेरे मिला 2 करोड़ अपापन का मिला 2 करोड़ यू दे दो 1 करोड़ अन्ना पैसा अन्ना पावो ना। कन्नन भाई तो अच्छा आदमी है वो ना। कॉल करके रो रहा था। കണ്ണൻ അന്നാ, ഭായി ഓ, വിശ്വസിച്ചു അച്ഛാ, കണ്ണൻ പിന്നെ. ഭായി വിശ്വസിച്ചു विश्वसिचु, अयो अन्ना वो पावो अन्ना मैं इससे എന്നാ चुम्मा കുഴപ്പമില്ല, എന്നാ നിന്റെ तमाशा। നഗ്ന ദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് पीटर നമ്മളെന്നാ ന്യൂസ് पार्कर കൊടുക്കട്ടെ. वीडियो कॉल दे दो हाँ वीडियो को हाँ ना 1 मिनट है। കുറ്റിക്കാട്ടിലിരിക്കാതെ കാണാൻ. നോക്കിയൊക്കെ हाँ ഒന്ന് പോരെ. पीटर पार्कर ओ पीटर पार्कर मेरा मेरा हाँ ना मेरा न्यूड दृश्य नहीं मिला ओके पीटर पार्कर मुंड है बट अन्ना ये क्या अन्ना एक गुहा। ഇത് ഗുഹയോ? अरे हाँ पीटर ना, पार्कर अन्ना- कैम പോകുന്നില്ല पीटर पार्कर मैं उठ रहा अन्ना एक्चुअली मैं क्या देख रहे मालूम अन्नन को वो लेग का नीचे एक गुहा। ए पीटर पीटर क्या പറഞ്ഞു? चुप कर लोड़े चुप कर अच्छा अरे सट्टी अन्ना। हाँ पीटर पार्कर तू 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 हाँ, ना। तू ये तू तू हाँ। मिला तू 5 करोड़ मिला तू मेरे पास 2 हाँ। करोड़ दे दो पापापन के पास 2 करोड़ दे दो 5 crore ആ, and പ്രായം you 5. take 1 करोड़ हाँ वो क्या वो बहुत अच्छा बिजनेस है ना। फिर भी अन्ना हमारे कन्नन भाई है ना अन्ना। हाँ अरे अरे तू अरे बड़े बड़े पैसा हनी मिला ट्रैपर होगा। नानो अन्ना मैं हनी ट्रैपर है। तुम लोग मेरे को फोन करके हनी ट्रैप करने के लिए बोला, बाद में मैं हनी अरे ट्रैपर हो पीटर गया। पार्कर सब 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 And- सब 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 सीक्रेट सब ओके गुरु। ओके ओ सब हाँ वो तो सब सीक्रेट है ना। हाँ। वो अन्ना मेरे को विश्वास क्या अन्ना है। हाँ अरे पीटर इतने पार्कर विश्वास क्या। पीटर पार्कर अन्ना। मिला ओके 5 करोड़ मिला ओके हाँ ओके हाँ ओके एंड 2 करोड़ Okay. में 2 करोड़ अपापन हाँ, एंड 1 अपापन, करोड़ 1 करोड़ तू दे मेरे के लिए। हाँ मेरे के तू लिए देखो तू देखो ओके अन्ना बहुत अच्छा आइडिया अन्ना। ओ। अन्ना अभी किधर है? मेरे एक नदी के साथ उठ रहा ओ किनारे अच्छा किनारे किनारे के हाँ पास किनारे। वो लड़की कौन है? अन्नन का गर्लफ्रेंड है क्या? नो 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 नहीं, नहीं, मेरे नहीं, मेरे girlfriend नहीं है। मेरे का मेरे एक दोस्त का पिए ओ दोस्त का भी है। हाँ। हाँ ओके ना ओके ओके। इसके बाद में बात करेगा. ओके हाँ ओके Bye bye. ओके जोनी भाई लव यू। ലവ് യു എന്ത് നല്ല പയ്യനാന്നാ ഞാൻ ആലോചിക്കുന്നത് ഇനി ജോക്കി ഞാൻ ഒരാളെ വിളിക്കാണ്. ഒന്ന് അല്ലെങ്കല്ലേ കോൾ ചെയ്ത്. ഒറ്റ കോള് 2 കോടി ലാഭം. അവനെ കണ്ണ അവൻ എന്തൊരു ചെറ്റിയാടാ പീറ്റർ. നമ്മളെ വിളിച്ചിട്ട് പറയാ അത് മായ്ച്ചു കളയണമെങ്കിൽ 50 CR കൊടുക്കണമെന്ന് അല്ലെങ്കിൽ ന്യൂസിൽ കൊടുക്കണമെന്ന്. മോനെ കണ്ണ എടാ കണ്ണാ കേക്കാവോടാ എടാ അത് ഒത്തുതീർപ്പാക്കണമെങ്കിൽ 50 CR കണ്ണാ. കൊടുക്കണമെന്ന് പറയുന്നത് അവൻ. കണ്ണാ സ്പീക്കർ ഇടുവോടി അല്ല സ്പീക്കറാണ് കണ്ണ. കണ്ണാ ഡാ ഡേയ് ഡേയ് കേക്കാവോ ആ കണ്ണാ മോനെ ആ കണ്ണാ മോനെ ഇത് ഭയങ്കര പ്രശ്നമാ മോനെ ഇത് നിന്റെ നഗ്ന ദൃശ്യങ്ങൾ പീറ്റർ പാർക്കറിന്റെ ഉണ്ട് 5 കോടി കൊടുത്താൽ പീറ്റർ പാർക്കർ അത് അല്ല, ലീക്ക് 50 ചെയ്യത്തില്ലെന്നാണ് കോടി, പറയുന്നത് 50 കോടി കൊടുത്തില്ലെങ്കിൽ ന്യൂസിൽ വിടുവെന്ന്. 50 കോടിയാ അപ്പം മൈനസ് 45 5 5 ഓക്കെ പറഞ്ഞു 5 കോടി ഞൊടയമ്മ 5 കോടി കൊടുത്തില്ലെങ്കിൽ അവൻ നഗ്ന ദൃശ്യങ്ങൾ ന്യൂസിൽ വിടുമെന്ന്. ഞൊടിയമ്മ
എന്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടത്തി വരുന്നേയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇത് എടാ പോയി അതല്ലേടാ കഴിഞ്ഞാൽ പൊട്ട നിന്റെ അടുത്ത് പറയുന്നേ 5 കോടി കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ നഗ്നത അവിടെ തന്നെ ഇരിക്കും. ഞാൻ എന്ത് ചെയ്യും? 5 കോടിക്ക് ഞാൻ എവിടെ പോവും? 5 കോടി ഇല്ലടാ കണ്ണാ നിന്റെ കയ്യിൽ. ചോദിക്കണം നിന്റെ അമ്മാവന്റെ അടുത്ത്. ഇല്ല. എന്റെ 5 കയ്യിൽ കോടി ആകെ എടുക്കാൻ ഉള്ളത് ഇല്ലാത്തവരാണോ കേപ്പയാണ്. എനിക്ക് വേണ്ടി പ്രചാരണം നടത്താന്ന് പറഞ്ഞേ? അതെ നിന്റെ കുടുംബക്കാരൊക്കെ എന്തോരം കാശ് തരാ റോയി 5 കോടി റോളിയടാ സാബ് ഗുരുവിന്റെ വാങ്ങിക്കടാ. ആരെങ്കിലും മേടിയറാവുന്ന് ജോണിയമ്മ ഒരു 5 കോടി കടന്നാവമ്മ. എന്റെ കയ്യിലൊന്നും ഇല്ല നമ്മുടെ കയ്യിലൊന്നും ഇല്ല അവന് നമ്മളൊക്കെ ഇതിനകത്ത് നമ്മുടെയിലൊക്കെ ആണെങ്കിൽ നോക്ക് 1,08,83,11 രൂപയുള്ളൂ. എന്റെ ആണ് 20,564 രൂപ. സത്യം ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ കൊടുക്കാനില്ല കാശ് നമ്മുടെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് മാത്രമല്ല വേറെ ഉണ്ട്. ദാണ്ട് എന്റെ ഒരു സുഹൃത്ത് ഷാജി അതെ ജോക്കി മറ്റേ ഹാർട്ട് അറ്റാക്ക് വന്നവന് മറ്റേ കീഴ്ശ്വാസം നെറുകെ കയറി ഇരുന്നാന്നും പറഞ്ഞിട്ടുള്ള സംഭവം. ഷാജി കേക്ക് ഷാജി പറ. ഇപ്പൊ ലീക്കാവും. എന്നാടാ കാര്യം പറ. ഇല്ല കിട്ടി. ഇവിടെ വേറെ ആരായിട്ടൊക്കെ സംസാരിക്കാൻ കെട്ടിയിട്ട് മൂടോട്ട് പുള്ളി. കാശ് ഉണ്ടാക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് പീറ്ററിനെ വിളിക്കട്ടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നല്ലൊരു പയ്യനാട്ടോ പീറ്റർ നല്ലൊരു പയ്യനാട്ടോ. പീറ്റർ പറക്കാരല്ലേ കണ്ണൻ ബായി കാ കോൾ മില. कन्नन भाई पूछा कन्नन भाई का 5 करोड़ नहीं. ओ 5 करोड़ अभी कितना है इसके पास? उसके पास नहीं कुछ नहीं. सो ओ यू आस्क 10 करोड़. यू आस्क 10 करोड़. ओ 10 करोड़ 10 करोड़. 10 करोड़ पूछो 10 करोड़ पूछो. नहीं है तो मन्नपत्रത്തിൽ और आज का 10 बजे का न्यूज़ भी आएगी. नहीं है तो ഹലോ ചേട്ടാ എന്റെ വീഡിയോ ഒക്കെ അവന്മാർ റേഡിയോ എടുത്ത് CD ആക്കി വെക്കുന്നുണ്ടാ. എന്റെ അടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ പാർക്കർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ ഭാസ്കരന്റെ ആറ്റുകാൽ ഭാസ്കരനെ കൊണ്ട് കൊടുക്കുമെന്ന്. അയ്യോ കൊടുക്കട്ടെ CD ഒരു CD അങ്കേർക്കുള്ളതാണ് ഭാസ്കരനെ. അയാള് വല്ല എക്സ് ന്യൂസിലാണ് എടുത്തു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് ഇതിന്റെ മാനം പോയോ? നാട്ടുകാരെ മൊത്തം കണ്ടോ? നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇപ്പൊ പീറ്ററെ വിളിച്ചപ്പോ പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇല്ലെങ്കിൽ അവന്റെ 10 കോടി വാങ്ങിക്കാൻ. അയ്യോ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കാന്ന് പറഞ്ഞ നാളെ വൈകുന്നേരം അല്ലേ 10 കോടിയെ? അവൻ 5 ഇല്ലാന്ന് പറഞ്ഞപ്പോ അവന് ദേഷ്യം വന്നേ. അവന് ദേഷ്യം വന്നിട്ട് 10 വേണോന്ന്. കണ്ണാ നാളെ വല്ല സൈറ്റ് മറ്റേ കണ്ണന്റെ കൊലയെന്നും കാണാൻ പറഞ്ഞ് വന്നു കഴിഞ്ഞ ഒന്ന് ആലോചിച്ച് ദോഷമല്ലേ അത്? കൊല കണ്ട് ഉണരേണ്ട വരുവേ കണ്ണാ, കൊല കണ്ട് ഉണരേണ്ട വരുവേ. ഒന്നാമത് അച്ഛന് പണ്ട് വാഴകൃഷി ആയതുകൊണ്ട് എല്ലാരും കൊലക്കണ്ണാന്ന് വിളിക്കുന്നത്. അർത്ഥവത്തായല്ലോ. ഇവന്റെ അച്ഛന്റെ വാഴക്ക ബിജു എന്നാണ് ഇവന്റെ അച്ഛന്റെ കൊലയും നാട്ടുകാർ കണ്ടു. അല്ല ഇതെന്തായാലും ഞാൻ നാളെ വിളിച്ചിട്ട് പറയാം, നാളത്തേക്കാക്കാൻ പറയാം. മതി എന്ത് നല്ല പയ്യനല്ലേ. അച്ഛന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. പണ്ട് മറ്റേ സാന്റിയില് മറ്റേ ഈ കൊലയുണ്ടല്ലോ മറ്റേ വാഴകൃഷി ആയിരുന്നു അപ്പന്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ कन्नन भाई मिला, कन्नन भाई कॉल मिला, कन्नन भाई टुमारो इवनिंग कन्नन भाई 10 करोड़ पीटर के मिला. ओ बाप रे अन्ना पावम अन्ना 4 करोड़ मेरे पास, 4 करोड़ अपा पे पास 2 करोड़ अन्ना तुमको 4 करोड़ मेरे पास, 4 करोड़ अपा पे पास, 2 करोड़ तू पास. तू रखो अय्यो अन्ना 1 मिनट अन्ना नहीं इसके ഇതിലെ കണ്ണിച്ചോര नहीं है. അയ്യോ എന്നാ 1 മിനിറ്റ് ഞാനൊന്ന് ഒളിക്കട്ടെ. നീ ഒളിക്കായിരിക്കും 4 കോടി നാളെ ഇവിടുത്തെ സിറ്റിയിലെ ആൾക്കാരൊക്കെ പീഡിയിലുള്ളവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അണ്ണാ ഓ കോണേ അണ്ണാ ഓ കോണേ അണ്ണാ कौन ओ लड़की? रामायण अरे लाउडे इस लड़की मेरे का फ्रेंड का पीए. लड़की कौन है ऐसे पूछा ना? मैं शादी करने के लिए नहीं पूछा है. हाँ അത് ട്രസ്റ്റബിൾ വിശ്വാസ് കരോ. വിശ്വാസ് है ना विश्वास. അപ്പൊ നാളെ ടുമോറോ सही है ना ओके ओवर ഈ അണ്ടിക്കണ്ണന്മാരുടെ ഒക്കെ എനിക്ക് വയ്യ.
കൊലക്കേസും അതും ഇതൊക്കെ നമ്മുടെ ഇവിടെ മറ്റേ കേക്കയുടെ കൊലയുടെ കാര്യം ഇപ്പം തീരുമാനം കിട്ടില്ല. അന്നേരം അല്ല, കൊലയല്ല, കല്യാണം. എന്താ എന്താ ഒരുമാതിരി ഒരു വൻ സംഭവമായിരിക്കും പേര് മാറ്റിട്ടേ. അല്ല, കേക്കയുടെ കല്യാണം. കൊലക്കണെന്നാക്കിയാലോ? കൊലക്കണ്ണൻ. മറ്റേ ഇയാളെ ഓർമ്മക്കുറവാണ് ജോക്കി. ഇയാൾക്ക് അരണക്കണ്ണെന്നോ അരണക്കണ്ണൻ അരണക്കണ്ണെന്നോ കാര്യം അരണഭാസ്കരനോ. ചെയ്യേക്കെ നാളത്തേക്ക് നമുക്ക് സീലെ വിളിച്ചിട്ടേ കേക്ക് ഈ കാര്യം അങ്ങ് പറ. പറഞ്ഞാ മതി കേട്ടോ. പറയുന്നതിന് മുമ്പേ എന്നെ വേണ്ട. മുന്നേ ഇയാളെ പറഞ്ഞിട്ട് തെളിവൊന്നും ആ കൊച്ചിന്റെ ഇല്ലല്ലോ. വലിയ പറ്റി സംസാരിക്കാൻ പോയപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ഇല്ല ഞാൻ ഒന്നും നാളെ പറഞ്ഞില്ല. അല്ലെങ്കിൽ വരും. മിസ്റ്റർ എക്സിന്റെ കിട്ട അപമര്യാദയായിട്ട് പറഞ്ഞു പെരുമാറി. ഞാൻ എൻ്റെ അടുത്ത് ആകെ പറഞ്ഞിട്ടേ ഉള്ളൂ, നാളെ കാണാം, സംസാരിക്കണം. ഡ്രൈവിന്റെ കഥയൊന്നും പിന്നെ സെയിൽ സിറ്റി ഇല്ലടാ. ഇല്ല ടെസ്റ്റ് ഡ്രൈവ് കഥയായിട്ടും അത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഓടിച്ചു നോക്കണമെന്നോ? എനിക്ക് അറിയണല്ലോ, അറിയണല്ലോ. അതാണ് ആളെങ്ങനെയുണ്ട്, ആള് നല്ല എന്താ പറയാ അപ്രോച്ച് ഈസ് ഗുഡ്, അതൊക്കെ അറിയണല്ലോ. നമ്മുടെ അടുത്തുള്ള സ്നേഹം ജെന്യൂൻ ആണെന്ന് ഫീൽ ചെയ്യണ്ടേ? ഇതൊക്കെ എങ്ങനെയാണോ ഈ സ്നേഹം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി ഫീൽ ചെയ്യിപ്പിക്കുന്നേ? ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, നിങ്ങൾ അത് കയറി തൂങ്ങണം എന്തിനാ? നമ്മളല്ലല്ലോ തൂക്കുന്നേ, കേറി തൂക്കുന്ന താരല്ലയോ? ഞാൻ എവിടെയും തൂങ്ങിയില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലേ. സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരുപാട് കീഴ്ചിന്തകളാണ് ഇയാളുടെ മനസ്സിലുള്ളത്. പിന്നെ ഇതൊക്കെ പുറത്തു പറയാൻ കൊള്ളാവോ? ഈ 5 പേരല്ല നാളെ വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും താനേ നാളെ പോകുമ്പോ വിളിക്കുക കേട്ടോ നമ്മളെ. നിങ്ങളെ വിളിച്ചിട്ടേ പോകുള്ളൂ, നിങ്ങളുടെ മുന്നിൽ നമ്മള് കണ്ടു കഴിഞ്ഞ ദിവസം നമ്മളെ ഒഴിവാക്കിയിട്ട് 2 തവണ മീറ്റ് ചെയ്യാൻ നമ്മളെ ഒഴിവാക്കി. 2 തവണ? ഒരു തവണ മീറ്റ് ചെയ്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇന്നങ്ങ് പിരിഞ്ഞാലോ? പോവാണോ? പിന്നെ വിട പറ. വിട പറയാം. അതാ വിട പറ വിട പറ. വിട പറ. പറയേക്കെ ഞങ്ങളോട് വിട പറ. വിട പറയാ നമ്മുടെ അടുത്ത്. ഓക്കെ ബൈ. ഇങ്ങനെയാണോ വിട പറയുന്നേ? ഇങ്ങനെയാണോ വിട പറയുന്നത്? എനിക്ക് വേറെ സുഹൃത്തുക്കളില്ലാത്ത തനിക്ക് ചുമ്മാലോ നമ്മൾ രണ്ടുപേരും മാത്രമായി പോയി. ഈ പാറയൊക്കെ എങ്ങനെ മറികടക്കുമെന്ന്. അല്ലടാ നാളത്തേക്ക് വെക്കടാ, നാളത്തേക്കാണ് ചോദിക്കുക. അയാൾക്ക് ഇവർക്കൊക്കെ കണ്ടന്റ് വേണമല്ലോ. എല്ലാം ഇന്ന് ഒറ്റ ദിവസം തന്നെ ജയിലെ വിളിച്ചിട്ട് ഞാനിവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 4.5 മണിക്കൂർ RP ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ വയ്യ. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ പാപ്പ. പിള്ളേച്ചനെ എടുക്കൂ. നമ്മളിവിടെ നമ്മളെ പൊന്നു പെണ്ണ നിന്റെ ചെരുപ്പ് എടുത്തായിരുന്നു അവിടുന്ന്. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ RP ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എൻജോയ് ചെയ്തു 4.5 മണിക്കൂർ? ഭാഗത്തിന്റെ എന്നാലും എന്താലേ എന്ത് എന്താലേ പൊന്നരണക്കണ്ണ നിങ്ങളിരുന്ന് ആലോചിക്കുമ്പോ അത് പുറത്തോട്ടൊന്ന് മൊഴിയൊന്ന എന്തുവാന്ന് കാര്യം ഞാൻ പറഞ്ഞ കേക്കണല്ലേ. ഒരു പെങ്കൊച്ച് ഓടി വന്നു റോസാപ്പൂ എന്നിട്ട് പോകുന്ന എന്ത് പരിപാടി? ഇപ്പോഴും 2 ദിവസം മുമ്പത്തെ ഇരിക്കും. പിന്നെ പെണ്ണ് റോസാപ്പൂവിന് കവളെ കയറി കടിക്കാൻ പറ്റൂ? അല്ല പിന്നെ എന്തുവാ ഈ പറയുന്നേ താൻ? പിന്നെ ഇയാൾ എന്താ പ്രതീക്ഷിക്കുന്നേ? മറ്റേ പിന്നെ ഇയാൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു റൊമാൻറ്റിക് പുള്ളിക്കാരി എന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. എന്നെ ഇഷ്ടപ്പെട്ടൂടെ? ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ആയിരിക്കും തന്റെ സോൾമേറ്റ്. ഫോഴ്സ് ചെയ്ത വരനാണോ ഇഷ്ടം? ഇല്ല, ഫോഴ്സ് ചെയ്ത് ഇഷ്ടം വരും. തന്റെ വിചാരം താൻ അഴുകിയ രാവണനാ, താൻ അഴുകിയ രാവണനാ. സത്യം, ഞാൻ എല്ലാം പറയുന്നില്ല. ഓ ഇനി അത് സെന്റി അടിച്ച് കരഞ്ഞു മെഴുകാനല്ലേ? നാളെ ഞാൻ അഴുകിയ രാവണെന്നൊക്കെ പറഞ്ഞു, ജോക്കി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ കിടന്ന് കരഞ്ഞു മറ്റേ തല കടിച്ചു പിടിച്ച്. സത്യം പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. സി ബേസിക്കലി ഐ ആം എ ബിസിനസ്മാൻ, ഞാൻ അപ്പം അക്സെപ്റ്റ് ചെയ്യും. ഇന്നലെ ചോദിച്ചു ഓർമ്മയുണ്ടോ? ഞാൻ 4 മണി വരെ ലൈവ് ഇട്ട് ആരെ കാണുമെന്ന് നോക്ക്, 2.5 സ്റ്റിൽ 800 ആൾക്കാർ റിയർ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മള് കുറച്ച്
ഹലോ അക്സെപ്റ്റ് ചെയ്തെന്ന്. നമ്മുടെ അങ്ങനെ എനിക്കൊരു ഇല്ല, പെട്ടെന്ന് മിണ്ടാണ്ട് എല്ലാവർക്കും താങ്ക്സ് ഡാ. താങ്ക് യു ഫോർ ബീങ് ഹിയർ മീ. താങ്ക് യു ഫോർ ബീങ് ഹിയർ. എന്ന് ഭയങ്കര ശോകമായിരുന്നു. 2 കുറ്റി ക്യാനും പേടിയാണ്. ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ ഇന്ന് ലൈവ് വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ബാഡ് അടിച്ചിരുന്നേനെ. കാര്യമായി ഇത് ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയല്ല. നമ്മൾ ഇന്ന് സംസാരിച്ച് നമ്മൾ ആ ഒരു വൈബ് വണ്ടിയിൽ പെട്ടെന്ന് മൂകത നമ്മൾ സംസാരിച്ച് ഇത്ര നേരം ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ പുറകിലുള്ളവർ തുടങ്ങിയോ? 4.5 മണിക്കൂർ വെള്ളച്ച ഓണാക്കരുത്, സംസാരിച്ചാൽ മാത്രം മതി. ഉള്ളതുകൊണ്ട് ഹെക്ടിക്നെസ് അറിയും കൂടെ അറിയത്തില്ല. മിക്സി ഇടക്കിടക്ക് താങ്ക് യു മക്കളെ, താങ്ക് യു. ഇത് ഇതിപ്പോ ഇതെന്താ എന്ത് ചെയ്തേനെ? നമ്മളെ പിള്ളേർ വല്ലതും ആയിരിക്കണം. 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞിരുന്നേലും 3-4 മണിക്കൂറായി. പുള്ളി ഉണത്തണ്ട ചോദിക്കും. മറ്റേ മിക്സി ഓണാക്കിയ പോലെ പിന്നെ അങ്ങ് തുടങ്ങും. അത് കേട്ടിട്ട് തുടങ്ങും. ഇടക്കിടക്ക് ഒന്ന് ചിരിക്കാൻ കിട്ടും. അത് കേൾക്കുമ്പോഴാണ് യാസ്മിന്റെ ചിരി കേൾക്കാൻ പറ്റും നമുക്ക്. യാസ്മിൻ രക്ഷിച്ചിരി ഉണ്ട്. താനീ യാസ്മിന്റെ എക്സിച്ചിരി നോക്കിക്കൊണ്ടിരുന്നു. ആ പെണ്ണ് ചിരിക്കാൻ പിന്നെ കാണത്തില്ല. റെക്കോർഡിൽ ചിരിക്കേണ്ടി വരും. ഇയാൾ ആ സമയം കൊണ്ട് രക്ഷപ്പെട്ട് പോട്ടെ ചോദിച്ച രക്ഷപ്പെട്ട് പോട്ടെ. കണ്ണീര് തുടക്കായി. ഇയാള് മറ്റേ ഡിപ്രഷനോളി കളിക്കുന്ന ഇയാള്. എല്ലാരും പോട്ടെ, എല്ലാരും വരട്ടെ, നമുക്ക് നമ്മൾ അഴുകിയതാ. താൻ എന്തോ ഈ കാണിക്കുന്നത്? ഞാൻ കേക്കേ ഞാൻ യുധിഷ്ഠിരൻ, ഇത് കർണൻ, പുറകെ ഇരിക്കുന്നത് മറ്റേ ഭീമൻ, നടുക്കിരിക്കുന്നത് കുന്തി. നമ്മള് രാമായണത്തിന്റെ നാടകം കഴിഞ്ഞിട്ട് വരുന്നത്. ഒന്ന് പോടോ എഴുന്നേറ്റ്. രാത്രി 3 മണിക്ക് ഓരോരോ ആളിന്റെ കോമഡി അടിക്കും. പിന്നെ ബാലെ ട്രൂപ്പാണ് ഇയാളുടെ വിചാരം. സത്യം. ആരാണ് രാത്രി ഹെലികോപ്റ്റർ ഉറപ്പിച്ച് കളിക്കും? നീ മാർക്കൊന്ന് ഉറക്കമില്ല. പച്ചയാന്ന് വിചാരിച്ചു, പെട്ടെന്ന് കേവിയാന്ന് വിചാരിച്ചു. ഞാനും അതാ വിചാരിച്ചത്. അപ്പം പോട്ടെ, നമുക്ക് ഇവിടെ നടന്നു. ഈ പെണ്ണ് എന്തിനാണ് ഈ ഒറ്റയ്ക്ക് മരം കയറി മിക്ക സമയത്ത് ഒറ്റപ്പെട്ട്? അപ്പൊ കെ ജോണി ബോബൻ, യാസ്മിൻ, ഞാൻ ഉറങ്ങും. ഷാജി, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ. ഇടയ്ക്ക് വിളിച്ച് ചിരിക്കാനാണോ? ഞാൻ പറയുന്നില്ല. ഞാൻ എന്തോ വേണ്ട ചോദിക്കും. ഇന്നത്തെ കഴിഞ്ഞ പാട്ട് പാടിത്തരാം. ഞാൻ ആരെ മറ്റേ സിനിമയിലെ കവീർ പൊന്നമ്മ ഇല്ലയോ, താ മോഹൻലാൽ. അതല്ല